എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇതുപോലെ നല്ല രീതിയിൽ ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ ഒരു 5, 8, 10 പൂക്കൾ അങ്ങനെ കുത്തി പൂക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഫെർട്ടിലൈസറും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കീടനാശിനി പ്രയോഗം ചെയ്തു കൊടുത്തേ മതിയാവത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നേഴ്സറിയിൽ വേണം നമുക്ക് നല്ല കട്ട കുത്തി പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു 2 ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്ന പോലെ തന്നെ മുരടിപ്പൊക്കെ മാറിയ ചെടി ഹെൽത്തി ആയിട്ട് വളർന്ന് നിറയെ മുട്ടുകൾ ഉണ്ടാകാൻ സഹായിക്കുന്ന നല്ല 2 ഫെർട്ടിലൈസറാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണണം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. നമ്മുടെ ഇവിടെ ഇപ്പം നല്ല മഴ കിട്ടിയതുകൊണ്ട് നമ്മുടെ റോസാ ചെടി എല്ലാ ചെടിയും നല്ല ഉഷാറായിട്ട് വന്നു. നിങ്ങൾക്ക് മഴ കിട്ടിയെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാം നല്ല വെയിലല്ലായിരുന്നു, ഇടയ്ക്കെല്ലാം നല്ല വെയിലായിരുന്നു. വെയിലത്ത് തന്നെ ഒരുപാട് റോസയ്ക്ക് ഒരുപാട് മുരടിപ്പും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പം നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ഇപ്പം നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം മഴ പെയ്യുന്നത് കൊണ്ട് വേറൊരു ഗുണമുണ്ട്. ഈ പ്രാണികളുടെ ശല്യവും വണ്ടുകളുടെ ശല്യമൊക്കെ പെട്ടെന്ന് മാറി കിട്ടും മഴ പെയ്യുമ്പോൾ. പിന്നീട് വരുന്ന മഴ പെയ്യുന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം വന്ന് വീണ് ഈ ഇലകളൊക്കെ മഞ്ഞ നിറമായി പോകുന്നതാണ്. ഒരുപാട് തുടർച്ചയായിട്ടുള്ള മഴകളിൽ ഈ നമ്മുടെ റോസാ ചെടി മഞ്ഞ നിറമായിട്ട് പോകും. അപ്പോൾ ഒരുപാട് കുത്തി ഒഴുകുന്ന, അതായത് ഭയങ്കര ശക്തമായ മഴയിലൊക്കെ നമ്മുടെ റോസാ ചെടി ഒന്ന് സൈഡിലോട്ടൊക്കെ മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം മഴ കൊള്ളുന്നത് നല്ലതാണ്, പക്ഷെ ഒരുപാട് മഴയാകുമ്പോഴത്തേനും ഇലയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് മഞ്ഞ നിറമായിട്ട് പൊഴിഞ്ഞു പോകുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഷെയ്ഡിലോട്ടൊക്കെ ഒരുപാട് നിന്ന് പെയ്യുന്ന മഴയൊക്കെ ആണെങ്കിൽ ശരിക്കും ഒന്ന് ഷെയ്ഡിലോട്ടൊന്ന് മാറ്റി വെച്ചാൽ നമ്മുടെ റോസാ ചെടി നല്ല രീതിയിൽ അവിടെ ഇരുന്നോളും കേട്ടോ. അപ്പം ഈ നമ്മുടെ വീട്ടിലുള്ള ഉള്ളിത്തൊലിയും പഴത്തൊലിയും ഒക്കെ ധാരാളം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ധാരാളം NPK അടങ്ങിയിട്ടുള്ള വളങ്ങളാണ്, വേസ്റ്റുകളാണ് നമ്മുടെ ഈ ഉള്ളിത്തൊലി, സവോളത്തൊലി, പഴത്തൊലി കേട്ടോ. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിൽ നമുക്ക് എത്രയാണോ അത്രയും എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കൊടുത്താൽ നല്ലൊരു റിസൾട്ടാണ്. ഏത് ചെടിയിലും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണിത്. ഞാൻ മിക്കപ്പോഴും ഇത് ചെയ്ത് കൊടുക്കുന്നതുമാണ്. എനിക്കത് നല്ല റിസൾട്ടും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ പൂക്കളും പുതിയ തളിർപ്പുകളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വളർച്ചയും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുന്നത് ഒന്നെങ്കിൽ അരി കഴുകിയ വെള്ളത്തിൽ, ഇല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിൽ ആണ് കൊടുക്കേണ്ടത്. പച്ചവെള്ളത്തിൽ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് കഞ്ഞി വെള്ളത്തിലും അരി കഴുകിയ വെള്ളത്തിലും ഒക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കിനി ഇതിനകത്തേക്ക്, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അരി കഴുകിയ വെള്ളമാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അത് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു അരി കഴുകിയ വെള്ളത്തിനകത്ത് ധാരാളം നൈട്രജൻ കണ്ടൻറ്റും അതുപോലെ തന്നെ ധാരാളം പൊട്ടാസ്യം, നമുക്ക് ചെടികൾക്ക് ആവശ്യമുള്ള എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ അരി കഴുകിയ വെള്ളം, ഇപ്പോൾ എല്ലമുരുടിനും പ്രശ്നങ്ങൾക്കും ഒക്കെ ഈ ഒരു അരി കഴുകിയ വെള്ളവും പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1-2 ദിവസം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് പുളിച്ച് കിട്ടണം. പുളിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് കറക്റ്റ് രീതിയിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഏത് പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ബോഗൺവില്ല അതുപോലെ തന്നെ ഏത് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളിലും നല്ലപോലെ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്നു. അപ്പം ഞാനിത് കറക്റ്റ് 15 ദിവസം കൂടുമ്പോൾ മാറി ഓരോ ചെടികൾക്കും, മണ്ണിൽ വെച്ച ചെടികളാണെങ്കിലും ചെടിച്ചട്ടിയിൽ വെച്ച ചെടികളാണെങ്കിലും ഒക്കെ മാറി കൊടുക്കും. അപ്പം ചിലർ പറയും മണ്ണിൽ വെച്ച ചെടികൾക്ക് വലിയ വളമൊന്നും വേണം. നല്ല ഈ ഒരു റോസ നോക്കി കൊലയായിട്ട് പൂക്കുന്ന റോസയാണ്. ഇതിന് ഞാൻ 15 ദിവസം കൂടുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് തിളച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസറൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ പൊട്ടാഷ്, നമ്മുടെ NPK 19 എന്നുള്ള വളം, പൊട്ടാഷ് വളം ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതും ചെടികൾ നല്ലവണ്ണം പൂക്കാനായിട്ട് സഹായിക്കുന്നു. ഏതൊരു പൂക്കളിടുന്ന ചെടികൾക്കും പൂക്കളില്ലെങ്കിൽ ഒരു ഭംഗിയില്ലല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് അത് ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 5-6 ലിറ്റർ വെള്ളവും ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാമെന്നാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത് നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഇല മുരടിപ്പിനും അതുപോലെ തന്നെ കീടശല്യത്തിനും ട്രിപ്പിൻ്റെ ശല്യവും ഫംഗൽ ഡിസീസിനും ഒക്കെ നല്ലൊരു ഫെർട്ടിലൈസർ ആണ്. അതുപോലെ തന്നെ നിറയെ പൂക്കളും പുതിയ തളിർപ്പൂക്കളും ഒക്കെ വന്ന് നല്ലപോലെ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. അതിനായിട്ട് ഒരു സവോള എടുത്തിട്ട് ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം മഞ്ഞൾപ്പൊടി ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്.
അപ്പോൾ ഈ ഒരു മിശ്രിതം കറക്റ്റ് രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. ഒരു സവോളയ്ക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി അതും കൂടി രണ്ടും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക. അപ്പോൾ ഈ ഇത്രയും അര ഗ്ലാസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് രീതിയിൽ നമ്മൾ കൊടുക്കണം കീടനാശിനിയായിട്ട് കൊടുക്കുമ്പോൾ. അപ്പം പെസ്റ്റിസൈഡായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള പെസ്റ്റിസൈഡാണ് ഇത് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പം നല്ല റിസൾട്ടാണ്. എല്ലാ മുരടിപ്പും പ്രശ്നവും വണ്ടുകളുടെ പ്രശ്നവും അതുപോലെ പ്രാണികളും ത്രിപ്പിൻ്റെ ശല്യം എല്ലാം മഞ്ഞളിപ്പോൾ ഇതെല്ലാം മാറി കിട്ടുന്നു. മഞ്ഞൾപ്പൊടി എല്ലാവർക്കും അറിയാം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ ചെടികളുടെ എല്ലാ പ്രശ്നത്തിനും മഞ്ഞൾപ്പൊടി നല്ല. അതുപോലെ തന്നെ സവോളയ്ക്ക് അതുള്ളത് ആസിഡ് ഉണ്ടല്ലോ, നമ്മൾ ആ സവോള നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞൊഴുകത്തില്ലേ, ആ ഒരു ആസിഡ് ഒരുപാട് നല്ലതാണ് നമ്മുടെ ചെടികളുടെ മുരടിപ്പ് മാറാനായിട്ടും കീടങ്ങളുടെ ശല്യം മാറാനായിട്ടും. ഇപ്പോൾ കീടങ്ങളുടെ ശല്യവും കൊണ്ടാണ് ഈ മുരടിപ്പ് കൂടുതലും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മുരടിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റോസ് നശിച്ചു പോകും. മുരടിപ്പ് വരാതിരിക്കാനുള്ള സൊല്യൂഷൻസാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു തുണിയിൽ അരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം ഇത് കറക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് റോസാ ചെടികളുടെ ഇലകളിലും എല്ലാ ചെടികൾക്കും കൊടുക്കാം കേട്ടോ. റോസാ ചെടിക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും അതുപോലെ പച്ചക്കറി തൈകൾക്കും ഒക്കെ കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് അരിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ 3 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ മുരടിപ്പൊക്കെ ഉള്ള ചെടിയാണെങ്കിൽ പെട്ടെന്ന് മുരടിപ്പ് മാറി കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഫെർട്ടിലൈസറായിട്ട് അതാണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു 1/2 ഗ്ലാസ് നമുക്ക് അരച്ചെടുത്തിട്ട് കിട്ടിയല്ലോ, അതിനകത്തേക്ക് നമുക്ക് ഒരു 2-3 ലിറ്റർ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ ചെടികളുടെ ചോട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പം പെസ്റ്റിസൈഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം കുറച്ച് മതി, 1/2 ലിറ്റർ വെള്ളം മതി. ഫെർട്ടിലൈസറായിട്ട് കൊടുക്കുമ്പോഴത്തേന് നമുക്ക് കുറേയേറെ വെള്ളം ഒഴിച്ചിട്ട് 2-3 ലിറ്റർ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ.